ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു കല്യാണം കൂടാൻ പോയ കഥയാണ് കേട്ടോ. ഞാനും അനിയത്തി കുട്ടിയെ പട്ടാളങ്ങളുമാണ് കല്യാണത്തിന് പോണത്. അപ്പോൾ എവിടെയാണ് കല്യാണം, ആരുടെയാന്ന് ചോദിച്ചാൽ ഞങ്ങളെ പഠിപ്പിച്ച ടീച്ചറെ മകളുടെ വിവാഹമാണ് കേട്ടോ. ക്രിസ്ത്യൻ മാരേജ് ആണ്. അപ്പോൾ നമ്മളെ മേലെ ചേളാരി സെഞ്ചുറി ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് പരിപാടി. അപ്പോൾ ഞങ്ങൾ ഹൈസ്കൂളിൽ പഠിപ്പിച്ച കേട്ടോ. കെമിസ്ട്രീൻ്റെ ടീച്ചറായിരുന്നു നമ്മുടെ മോളി ടീച്ചർ. മോളെ കല്യാണത്തിന് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ കാടപ്പടി എത്തി. ഇതാ ബസ് ഒരു 12:30 കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. പിന്നെ മോൾ ടീച്ചർ ചെറിയ മോള് എൻ്റെ അനിയത്തീൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾക്ക് കല്യാണം ഉള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മേലെ ചേളാരി എത്തി. സെഞ്ചുറി ഓഡിറ്റോറിയം എവിടെയാണെന്നൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചങ്ങനെ പോയി. കുറച്ച് നടക്കാനുള്ളായിരുന്നു ബസ് ഇറങ്ങിയിട്ട്. നമ്മൾ അങ്ങനെ ഇതാ നമ്മുടെ ഓഡിറ്റോറിയത്തിലേക്ക് നമ്മൾ എത്തിയിട്ടോ. അപ്പോൾ എല്ലാവരും വന്ന് തുടങ്ങുന്നൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ എത്തി ഞങ്ങൾ നേരെ ആരെങ്കിലും നമുക്ക് അവിടെ പരിചയമുള്ളതാണല്ലോ. അപ്പം അങ്ങനെ ദിൽനാട്ടോ ചെറിയ മോളെ പേര്. അപ്പോൾ ദിൽനെ വിളിച്ചു. അങ്ങനെ ഉള്ളിൽ കയറി. അതാണ് കല്യാണപ്പെണ്ണും ചെക്കൻ. പിന്നെ എൻ്റെത് നല്ല ഐഫോണിൻ്റെ ക്ലിയർ ഉള്ളതുകൊണ്ട് മുഖമൊക്കെ കാണാറുണ്ടല്ലോ അല്ലേ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു. പിന്നെ പഠിപ്പിച്ച എല്ലാ ടീച്ചറെ ഫ്രണ്ട്സാണല്ലോ. അപ്പോൾ പെരുള്ളൂർ സ്കൂളത്തെ എല്ലാ ഹൈസ്കൂൾ മാഷിമാരും ടീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു. കുറേ ടീച്ചേഴ്സിൻ്റെ പേരൊക്കെ മറന്നുപോയിരുന്നു. 2-3 മാഷൊക്കെ സംസാരിച്ചൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ മെയിൻ പരിപാടിയിലേക്ക് കിടന്നു ഫുഡ് കഴിക്കാൻ. ആദ്യം തന്നെ ഒരു ഗ്ലാസ് വൈൻ, ഒരു ഗ്ലാസ് എന്ന് പറയില്ല, കുറച്ച് വൈനാണ് കിട്ടിയത്. എൻ്റെ പൊന്നു മക്കളെ, അത് അടിപൊളിയായിരുന്നു കേട്ടോ. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനെ കല്യാണത്തിന് പോയിട്ട് വൈൻ കിട്ടുന്നത്. അപ്പം മക്കൾക്ക് അത് വേണം പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്തപ്പോൾ അത് നല്ല സ്മെല്ലുള്ളതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടായിരുന്നു. അങ്ങനെ അത് കുടിച്ചിട്ട് പിന്നെ ആ ഗ്ലാസ് പൊക്കിയാലോ എന്ന് ഞാൻ ആലോചിച്ചു. പിന്നെ അത് അവിടെ തന്നെ വെച്ചു. പിന്നെ ആദ്യം പൊറാട്ട വന്നു, പത്തിരി വന്നു, അതിലേക്ക് നല്ല ചിക്കൻ സ്റ്റൂ വന്നു. അത് കഴിഞ്ഞിട്ട് സാദാ ചോറും ചിക്കൻ ഫ്രൈ, ബീഫ് വരട്ടിയത്, പോർക്കൊക്കെ ഉണ്ടായിരുന്നിട്ട് പിന്നെ അത് കഴിക്കാത്തതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്തു. ബാക്കിയുള്ള അങ്ങനെ നല്ല മുന്തിരി അച്ചാറൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു വെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ചോറിക്ക് നല്ല മീൻ കറിയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് കൈ കഴുകി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീമുള്ള കാര്യം അറിഞ്ഞത്. അപ്പം അങ്ങനെ അവിടെ പോയിട്ട് ഓരോ പ്ലേറ്റ് വാങ്ങി. അടിപൊളിയായിരുന്നു കേട്ടോ. ഫ്രൂട്ട് സലാഡ്, ഗുലാബ് ജാമും ഒക്കെ ഇട്ടിട്ട് ഒരു പിടി പിടിച്ചു. അത് കഴിഞ്ഞപ്പോഴേക്ക് അവിടെ അവിടെ തന്നെ പായസം കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല കുറുക്കി അടപ്രഥമൻ. അങ്ങനെ അത് ഓരോ ഗ്ലാസ് കുടിച്ചപ്പോഴേക്ക് സെറ്റായി. പിന്നെ കുറച്ച് നേരം കൂടെ അവിടെയൊക്കെ ഇരുന്ന് കണ്ടാവും. നല്ല അടിപൊളി പായസം ഫ്രൂട്ട് സലാഡൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചു. കുറച്ച് നേരം അവിടെയൊക്കെ ഇങ്ങനെ പിന്നെയും പോയിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ടീച്ചറെ അവിടെ ഒന്ന് സംസാരിക്കാൻ പറ്റിയത്. കാരണം ടീച്ചർ നല്ല ബിസി ആയിരുന്നു. അങ്ങനെ ടീച്ചറോടൊക്കെ യാത്ര പറഞ്ഞ് ടീച്ചർ പറഞ്ഞ് കുറേ ആയില്ലേ മോളെ, ഓർമ്മയൊന്നുമില്ല, ഇതെല്ലാവരും മറന്നിട്ടുണ്ട് പറഞ്ഞ്. ടീച്ചർ ഇപ്പം എത്ര വർഷമായി, ഒരുപാടായില്ലേ. അപ്പോൾ അതാണ് കേട്ടോ ടീച്ചർ. പിന്നെ അവിടെ തന്നെ പാർക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുട്ടികളവിടെ കുറച്ച് നേരം പാർക്കിലായി കളിച്ച് ഞങ്ങളും കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു ഫോട്ടോസൊക്കെ എടുത്തിട്ട് ആണ് നമ്മൾ പിന്നെ തിരിച്ചു പോകുന്നത് കേട്ടോ. കുട്ടികൾക്ക് പിന്നെ അതിന് കിട്ടിയതിൻ്റെ ശേഷം അവർക്ക് പോരണം തന്നെയില്ല. പിന്നെ അവർക്ക് അവിടെ ഫ്രണ്ട്സായി. ഫ്രണ്ട് പോരാൻ നേരത്തെ ചോദിക്കുക, നീ എന്നാടാ വരികയെന്ന് മോനോട്. അങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അവരവിടെ കൂടെയുള്ള പരിപാടിയായിരുന്നു. പിന്നെ ഒരു വിധത്തിലൊക്കെ പിടിച്ചു വലിച്ച് അവിടെ നിന്ന് കൊണ്ടുവന്ന് അങ്ങനെ തിരിച്ചു പോന്നു. പിന്നെ ബസ് സ്റ്റോപ്പിലെത്തി. നല്ല കാറ്റുള്ളൊരു സ്ഥലം നോക്കി തന്നെ നിന്നു. പിന്നെ ചേളാരിയിൽ ഫുൾ ബ്ലോക്ക് ആയിരുന്നു കേട്ടോ. ആകെ മാറിയില്ലേ. പിന്നെ എൻ്റെ ചെറിയ പുത്രനെ നോക്കിയിട്ട് കാണാല്ലേ, അവനത് ആ ടെക്സൈസിൻ്റെ ഉള്ളിൽ കയറി പോയിരിക്കണേ. അവൻ്റെ കൂട്ടക്കാരത്തായിരുന്നോ ആണ് തോന്നുന്നു ആ ടെക്സൈൽസ്. അങ്ങനെ അധികാരത്തിൽ ഇത് പോയിരുന്നേ. പിന്നെ ഒരു വിധത്തിൽ അവിടുന്നൊക്കെ പിടിച്ചു കൊണ്ടുവന്ന് അപ്പോഴേക്കും ഞങ്ങൾ ബസ് വന്നിട്ടാ. പിന്നെ ഓടി പറഞ്ഞിട്ടൊക്കെ ബസ് കയറിയത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ കാടപ്പടി വന്നു. എനിക്കും അനിയത്തിക്കും പേരിക്കൊന്ന് ത്രെഡ് ചെയ്യാണ്ടേത് കേട്ടോ. അപ്പോൾ അതൊക്കെ കയറി ത്രെഡൊക്കെ ചെയ്ത് അടിപൊളിയായി. കണ്ണിന്ന് പൊന്നിച്ച പാറിയിരുന്നു. എന്താണെന്നറിയില്ല, സാധാരണ അങ്ങനെ വേനുണ്ടാവില്ല. അങ്ങനെ അതാ തിരിച്ച് വീട്ടിലേക്ക് നടന്നു കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയപ്പോഴാണ് അതാ പട്ടം പറക്കുന്നത്. ആദ്യമൊക്കെ സ്ഥിരം പട്ടം പറപ്പിച്ചിരുന്നു. ഇപ്പൊക്കെ എത്രയോ കാലത്തിന് ശേഷമാണ് പട്ടം പറക്കുന്നത് കാണുന്നത്. നിങ്ങൾ കണ്ടു എന്ന്. അത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.